അയ്യോ, രാത്രിയാവോ? ആകുമെന്നല്ല, ഇനിയിപ്പൊ ആയാലോന്നാ. നിത്യ പോവണ്ട. അല്ല, അതെന്താടാ പെട്ടെന്ന്? പോവാൻ പറ്റില്ല, അത്ര തന്നെ. ജീവ, വെറുതെ കളിക്കല്ലേ. അല്ല അമ്മേ, ഇന്ന് നിത്യയും കുട്ടി വേറെ എവിടേക്കെങ്കിലും പോകാൻ നമ്മൾ തീരുമാനിച്ചായിരുന്നോ? ആ, എൻ്റെ അമ്മയല്ലേ ഇന്നലെ എന്നോട് പറഞ്ഞ് വധൂവരന്മാർക്ക് വേണ്ടി ഏതോ ഒരു അമ്പലത്തിൽ സ്പെഷ്യൽ ദീപാരാധനയുണ്ട്, അതിലെന്തായാലും നമുക്ക് പങ്കെടുത്തേ പറ്റൂ, നമുക്ക് എന്തായാലും നേരത്തെ പോണോന്ന്. അമ്മ അത് മറന്നുപോയോ? എന്റെ ദൈവമേ, ഞാനത് വിട്ടുപോയല്ലോ. ആ, ഇപ്പൊ ഓർമ്മിപ്പിച്ചില്ലെങ്കിലേ കുറച്ചു കഴിയുമ്പോൾ അമ്മ അതിന്റെ പേരിൽ സങ്കടപ്പെടാൻ തുടങ്ങും. അത് ഞാൻ തന്നെ കാണണ്ടേ അമ്മ. സാറുമോളെ, സോറി. ഞാൻ സത്യം പറഞ്ഞത് മറന്നുപോയി. ഇവരെ രണ്ടുപേരെയും കൊണ്ടൊരു ചടങ്ങിന് പോവാനുള്ളതാ. മനസ്സുകൊണ്ട് നേർന്നതാ, അതുകൊണ്ട് പോയേ പറ്റൂ. മോളൊരു കാര്യം ചെയ്യ, നാളെ രാവിലെ നിത്യം കൂട്ടി പോയിക്കോ. അപ്പൊ പിന്നെ രണ്ടു കാര്യവും മുടങ്ങില്ലല്ലോ. എന്നാ പിന്നെ കുഴപ്പമില്ല ആന്റി. അയ്യോ, എന്നാലും സാറെ കാത്തിരുന്നിട്ട് അത് മുടങ്ങിയല്ലോ. സാരമില്ല നിത്യ, ചടങ്ങല്ലേ പ്രധാനം, അത് നടക്കട്ടെ. ആന്റി, എന്നാ ഞാൻ പോയിട്ട് വരാം. അതെ, നിത്യ എന്റെ കൂടെ വരുന്നതിൽ നല്ല പേടിയുണ്ടല്ലേ. എന്തായാലും മുടക്കാൻ ഉപയോഗിച്ച കാരണം കൊള്ളാം. ഭാര്യയെ സംരക്ഷിക്കേണ്ടതേ ഭർത്താവിന്റെ കടമയാ. ഞാനത് ചെയ്തു. ഒരു ചെകുത്താന്റെയും പിടിയില് അവള് പെടാതെ നോക്കണ്ടേ? വേണം. അത് ഒരു ചെകുത്താൻ തന്നെ പറയുമ്പോഴേ കുഴപ്പം. ജീവനിപ്പോ അതെന്നെ ഓർമ്മിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാനതങ്ങ് മറന്നേ പോയേനെ. അമ്മേ, നമ്മൾ എപ്പോഴാണ് അമ്പലത്തിലേക്ക് ഇറങ്ങുന്നത്? അതിപ്പോ ഉച്ചയൂണ് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. നിത്യ, സോറി കേട്ടോ, തൻ്റെ ഒരു യാത്ര മുടക്കിയതൊന്നുമല്ല, അമ്പലത്തിലേക്ക് ആയതുകൊണ്ടാ. എനിക്കും അതാ സന്തോഷം. ദൈവത്തിന്റെ കാര്യമല്ലേ. അമ്മേ, ഇത് മതിയൊന്ന് നോക്കിയേ. ഉള്ളി അരിയാൻ പോലും അറിഞ്ഞൂടാ. ഇവിടെ ചെറുതായിട്ട് അരിയടാ. ഹലോ, എന്താ ജാനകി? ജീവന്റെ വീടിനടുത്തോ? ഏതമ്പലം? ഓ, അവിടുത്തെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവിടെ വിളിച്ച് ചോദിക്കാനും പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോ. എന്താ അമ്മേ? ആ കുന്നത്തുതറയിലെ ജാനകിയ. അവളുടെ മോന്റെ കല്യാണം ഇപ്പോഴല്ലേ കഴിഞ്ഞത്. അവന്റെയും കല്യാണം കഴിഞ്ഞോ? നിന്നെ പോലെയൊന്നും അല്ല അവൻ. അവനെ ഇത്തിരി ബോധവും വിവരമൊക്കെ ഉണ്ട്. അതെ, ജീവന്റെ വീടിനടുത്ത് ഏതോ ഒരു അമ്പലമുണ്ട് ഇത്രേ. അവിടെ ഇന്ന് പുതിയതായി കല്യാണം കഴിച്ച വധൂവരന്മാർക്ക് എന്തോ പ്രത്യേക ദീപാരാധന ഉണ്ട് ഇത്രേ. നിത്യെ വിളിച്ച് അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറഞ്ഞതാ അവള്.
പിന്നെ എനിക്ക് വേറെ പണിയുണ്ട്. അല്ല അമ്മേ, പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞവരുടെ ചടങ്ങിന് നിത്യം ജീവനും അവിടെ പോകുമായിരിക്കുമല്ലോ. അതിന് നിനക്ക് എന്താടാ? കാണാൻ ശങ്കര. ആ ശരിയാണ്. മോളെ, ദീപാരാധന തുടങ്ങിയില്ല. വാ മോളെ. മോളെ, ഇതൊരു ക്ഷേത്ര നടയാ, കേട്ടല്ലോ. ഇവിടെ വെച്ച് നിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമില്ലാത്ത ഒന്നും ഉണ്ടാവരുത്. ആളുകളൊക്കെ ഉണ്ട്, മനസ്സിലായല്ലോ. ഞാൻ ആദ്യമായിട്ടാ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കുന്നതും ചടങ്ങുകളെ കുറിച്ച് അറിയുന്നതും. ലക്ഷ്മി സമേതനായ നാരായണനായിട്ടാ ഇവിടെ പ്രതിഷ്ഠ. ദീർഘ ദാമ്പത്യത്തിന് വേണ്ടിയാ ഇവിടെ ദീപാരാധന നടത്തുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് അച്ഛനെയും കൂടെ കൂട്ടായിരുന്നില്ലേ? ആയ കാലത്ത് എന്തോരം ക്ഷേത്രങ്ങളിലേക്ക് നിന്റെ അച്ഛനെ ഞാൻ വിളിച്ചിരിക്കുന്നു. അന്നൊക്കെ ഓരോരോ ഒഴിവുകൾ പറയല്ലേ പതിവ്. എന്നിട്ടിപ്പോ വല്ലാത്ത തിരക്ക്. ഇന്ന് ഏറെ പ്രത്യേകതകളുള്ള ഒരു ദിവസം. ഇന്നത്തെ ദിവസം ലക്ഷ്മി നാരായണന്മാരെ മനസ്സിൽ ധ്യാനിച്ച് ദീപാരാധനയിൽ പങ്കുകൊള്ളുന്ന ദമ്പതിമാർക്ക് ദീർഘകാലം ഒന്നിച്ച് ജീവിക്കുവാനും അവരുടെ ദാമ്പത്യത്തിലുണ്ടാവുന്ന ചെറിയ വിഘ്നങ്ങൾ പോലും മാറുവാൻ വേണ്ടി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. പരിചാരകർ പറഞ്ഞു തരുന്നതനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ഭാഗത്തു നിന്നും വിളക്കുകൾ കൊളുത്താം. അത് പൂർണ്ണമാകുമ്പോ ഇവിടെയുള്ള ഓരോ ദമ്പതിമാർക്കും പ്രത്യേകമായി പൂജ ഇവിടെ നടത്തപ്പെടുന്നതാണ്. എല്ലാവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് മനസ്സർപ്പിച്ച് വിളക്കുകൾ കൊളുത്തി വന്നോളുക. എന്നാ പിന്നെ എല്ലാവരും കൊളുത്തി തുടങ്ങിക്കോളൂ. அலைகளின் கவிதை பிறக்குது கனவே, இதயம் துடிக்குது துடிக்குது மனமே. பால் மழை பொழிந்தாலும் முகம் நினைத்தேன், வைகை கரையில் நான் தேடி வருவேன். മോനെ, കത്തിക്ക്. വേണ്ടമ്മേ, നിത്യന് കത്തിച്ചോടാ. വീണേ, ഒന്നിച്ചാ കൊളുത്തേണ്ടത്. കൊളുത്തിയാ മതി. வெண்ணிலாவின் தளிரல்லே நீ, வெண்கினாவின் கதிரல்லே, வர்ணராவின் ஒளியல்லே நீ, வானமேഘ ചിറകൾ. മോനെ, ഞങ്ങളൊന്ന് തൊഴുതിട്ട് വരാം. വാ മോളെ. கதிரல்லே, வர்ணர
അയ്യോ ചേച്ചി ചേച്ചി സൂക്ഷിക്കണ്ടേ ചേച്ചി അയ്യോ എന്താ എന്താ പറ്റി? എന്താ അമ്മാവ് അവിടെ? അവിടെ ഒരു കുട്ടിയുടെ സാരിയില് തീ പടർന്നതാ. ആപത്തൊന്നുമില്ലടാ, നീ കത്തിച്ചോളൂ. എന്താ മോളെ? എന്താ പറ്റി? എന്റെ സാരിക്ക് തീ പിടിച്ചതാ. എന്താ എന്ത് പറ്റി? അത് സാരിയില് തീ പടർന്നു തിരുമേനി. അശുഭമായല്ലോ. മോളെ ഇനി കത്തിക്കാൻ നിൽക്കണ്ട, നമുക്ക് മടങ്ങാം. എന്താ? അയ്യോ അതെങ്ങനെയമ്മേ? വഴിപാട് പൂർത്തിയാക്കാതിരിക്കുന്നത് ദോഷമല്ലേ? നമുക്കത് പൂർത്തിയാക്കിയിട്ട് പോവാം. ഇല്ല മോളെ, എന്തോ പ്രശ്നമുണ്ട്. അല്ലാതെ ഇങ്ങനെയൊന്നും വരില്ല. അതിനുള്ള പരിഹാരം ചെയ്തിട്ട് പിന്നീട് ഒരു ദിവസം നമുക്കിത് വന്ന് ചെയ്യാം. ഇല്ലമ്മേ, എനിക്ക് മടങ്ങാൻ തോന്നുന്നില്ല. അമ്മ പറയുന്നത് കേട്ടാ മതി. മോളെ, ക്ഷേത്ര കാര്യങ്ങൾക്ക് നിമിത്തമാണല്ലോ പ്രധാനം. മോൾക്കിത് പൂർത്തിയാക്കാനുള്ള അവസരം ഇല്ലായിരിക്കും, അല്ലേ തിരുമേനി? തിരുമേനി, ഞങ്ങൾ നാളെ വരാം. പരിഹാര പൂജ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളിത് തീർച്ചയായും ചെയ്യും. കുട്ടി പരിഭ്രമിക്കണ്ട. എന്താ പരിഹാരം നോക്കിട്ട് നമുക്കത് ചെയ്യാം. ഭഗവാനെ, ചടങ്ങ് പൂർത്തിയാക്കാനൊരു യോഗം പോലും എനിക്ക് ഉണ്ടായില്ലല്ലോ. എന്റെ മംഗല്യം ഭാഗ്യം ഒരു കുഴപ്പമില്ലാതെ കാത്തോളണേ. അറിയാതെ മോളെ, നമുക്ക് പോവാം. അമ്മേ, നിന്റെ സങ്കടം അമ്മയ്ക്ക് മനസ്സിലാവും. ഇതിന്റെ പരിഹാരം എത്ര വലുതായാലും അമ്മ അത് ചെയ്യും. എന്റെ മുളിപ്പവാ. ചേട്ടൻ ചേച്ചിയുടെ അടുത്തൊന്ന് മാറി നിന്നിട്ടല്ലേ ഇതൊക്കെ ഉണ്ടായത്? അത് ശരി, ഇനി തീ പിടിച്ചതിന്റെ കുറ്റം കൂടെ എന്റെ തലയിൽ കിട്ടോ? മര്യാദയ്ക്ക് നടക്കണേ. ഇവിടെ വിളക്ക് വെക്കേണ്ടിരുന്ന കുട്ടി ഈ ദീർഘ സുമംഗലി ദൈവം തെളിയിക്കാതെ പോയത്. മോൻ ഇതും കൂടി തെളിയിച്ചോളൂ. അതിങ്ങി തന്നേക്കൂ. ആ കുട്ടി ഈ വിളക്ക് കൊണ്ടാ കൊളുത്തിയിരുന്നേ. അതങ്ങനെ തന്നെ പൂർത്തിയാവട്ടെ.
മധുര നൊമ്പര കാറ്റേ പോകയോ. വീഴാമ്പലേ കീഴുന്നുവോ തേടുന്നുവോ നിന്നോർമകൾ. ദാ വാങ്ങിച്ചോളൂ. മോളെ തിരുമേനിയുടെ കയ്യിൽ നിന്ന് പ്രസാദം മേടിക്ക് ചെല്ല്. ഹരി, ഇനിയിപ്പോ എല്ലാവരും മനസ്സറിഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. വിളക്ക് കൊളുത്തി പൂർത്തിയാക്കാൻ പറ്റാത്ത പെൺകുട്ടിയെ ഒരാപത്തുമില്ലാതെ കാത്തോളണേ.